ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്തീൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഒരു വലിയ ഉള്ളിയും 4 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു തക്കാളിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും പിന്നെ ഒരു കൈപ്പിടിക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അരിച്ചെടുക്കുക. ഇനി ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലേൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു മാഗി ക്യൂബും ഒരു പകുതി നാരങ്ങാ നീരും പിന്നെ 1 കപ്പ് ഓയിലും ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 4 മണിക്കൂറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇങ്ങനെ കൂടിക്കെടുക്കാതെ അങ്ങനെ വിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ഭാഗം ആയതിനു ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുക കേട്ടോ. ഓവർ കുക്കാവണമെന്നില്ല, അത്യാവശ്യം കുക്കാവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കനൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പും കൂടിയും ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട്. 4 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു 2 കറുവപ്പട്ട, 1 ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ കുരുമുളകിൻ്റെ മണിയിലെ അതും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ അത്രയും പിന്നെ ഒരു 3/4 കൂടിയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി ചേർക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം കുക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. കുറച്ച് ചിക്കൻ നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തുകൊണ്ട് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് കണൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് മുളക് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണലിന് പകരം നമുക്ക് ചാർക്കോൾ എടുക്കാം കേട്ടോ. ചാർക്കോൾ ഇല്ലാത്തതിനോട് കണൽ എടുത്തതാണ്. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി ഓയിൽ ഉണ്ടായിരുന്നു, അത് അതിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പം വെറുതെ ഒന്ന് എടുത്താണ്. അപ്പം അടിപൊളിയായിട്ടുള്ള മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്